ഓക്കെ ഗൈസ്, സോ ഇന്ന് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം, ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം ഒരാളെ പരിചയപ്പെടുത്താനാണ്. ഇതുപോലെ ഇങ്ങനത്തെ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഫെൽറ്റ് ഇത് ഒരു ചെറിയ സ്റ്റോറി ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടോൾഡ്. കാരണം വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മേ ബി എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കറക്റ്റായിട്ട് പുള്ളി പറയും, പക്ഷേ ഒരു 10 വർഷം മുമ്പ് ഇവിടെ വന്ന് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ട് എനിക്കൊന്ന് മേസൺ വർക്കാണോ ടൈൽ വർക്കാണോ എന്ന് അങ്ങനെ ഇവിടെ വന്ന് കുറേ കാലം ഒരു കോൺട്രാക്ടറിനൂടെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു 8-10 വർഷങ്ങളും കൂടെ വർക്ക് ചെയ്ത് കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളി സ്വന്തമായിട്ട് ഇതുപോലെ കൺസ്ട്രക്ഷൻ വർക്കും അല്ലെങ്കിൽ ഈ കോൺട്രാക്ടിങ് പരിപാടിയൊക്കെ ചെയ്ത് അതിൽ നിന്നും വളർന്ന് സ്വന്തമായിട്ട് ഇപ്പം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ചെറിയ കടയും ഇട്ടിട്ടുണ്ട്. സോ അതൊരു വളരെ ഇൻസ്പിറേഷണൽ അല്ലേ. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ എക്സ്ക്യൂസസ് പറഞ്ഞ് അല്ലെങ്കിൽ ജോലിയില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള എക്സ്ക്യൂസസ് പറയുമ്പോൾ ഇത് അന്യ സംസ്ഥാനത്തിന് അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ ഇവിടെ വന്ന് ടു ബിൽഡ് എ ലൈഫ് ഫോർ ഹിംസെൽഫ്. നമുക്ക് വലിയ ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് എപ്പോഴും ഇൻ്റർനെറ്റിൽ കൂടെ അറിയാം, പക്ഷേ ഇങ്ങനത്തെയും ആൾക്കാർ ഇവിടെ സക്സസ്ഫുള്ളായി ജീവിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, നടന്നു പോകാമെന്നുള്ളൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഞാൻ പുള്ളിനോട് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആകാശ് എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ആകാശിനെ പറഞ്ഞിട്ട് ബാക്കിയുള്ള പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് കഥ കേൾക്കാം. പിന്നെ കഴിക്കാൻ അവിടെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും കഴിച്ച് നമുക്ക് അഭിപ്രായം പറയാം. അതിൻ്റെ കൂടെ എൻ്റെ കാർ EV കാറിൻ്റെ ഒരു 25,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. എനിക്കൊരു Hyundai Ioniq 5 എന്ന് പറഞ്ഞ കാറുണ്ട്. അത് കുറേയൊന്നുമില്ല, കുറച്ച് പേരെന്നോട് ഒന്ന് റിവ്യൂ ഇടാൻ പറഞ്ഞു എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ്. സോ നമ്മുടെ ഒരു ഓഡിയൻസ് അങ്ങനത്തെ എല്ലാത്തോണ്ടും ഇട്ടില്ല, പക്ഷേ അങ്ങനത്തെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ അടുത്തൊരു വീഡിയോയിലായിട്ട് ഇടാവേ. സോ എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ഒരു 4 minutes 5 minutes പോലും നടക്കാനില്ല. 3 minutes വെച്ചോ, അത്ര അടുത്താണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം സിനിമ പോസ്റ്ററിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒട്ടിക്കുന്നത്. ഏത് വിവരമില്ലാത്തവരാണ് അപ്പോൾ ഇപ്പോഴും ഈ നാടിന് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച പടം ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഉറപ്പായിട്ട് പോയി കാണത്തില്ല. അങ്ങനെയാണ് പൊതുവേ ചെയ്തത്. അത്രയും ദേഷ്യമുള്ളൊരു പരിപാടിയായിരുന്നു. സോ ഇത് ആക്ച്വലി പൈപ്പ് ലൈൻ റോഡ് എന്ന് പറയും. നമ്മുടെ ഒരു എടശ്ശേരി മാൻഷൻ എന്ന ഹോട്ടലുണ്ട്, അതിൽ നിന്ന് നേരെ കത്രിക്കടവ് പാലത്തിൻ്റെ അടിയിലേക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. ഈ റോഡ് ഇവിടെ ഒരു കാർ വാഷ് ഉണ്ട്. ഞാൻ ഇവിടെ കാർ വാഷ് ചെയ്യുന്നത് 500 രൂപയും കണ്ടാണ്, പക്ഷെ അവർ നന്നായി വാഷ് ചെയ്ത് തരും. സോ ഇതാണ് കട. കൊൽക്കട്ടയാണല്ലോ, റാസ് കൊൽക്കട്ട കഫേ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ഐറ്റംസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ. കാട്ടി റോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. എന്തായാലും നോക്കട്ടെ, ആകാശം വന്നിട്ടുണ്ടോ നോക്കട്ടെ. സോ ഇതാണ് ആ കഫേ കേട്ടോ, റസോയ് കൊൽക്കട്ട കഫേ. പൂരി മസാല ഒന്നും ആയി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, ബ്രാൻഡ് ന്യൂ ആണ്. എനിക്ക് തോന്നുന്നു എഗ് റോൾ ഉണ്ട്, പിന്നെ മസാല മന്തി അതൊന്നും ആയിട്ടില്ല. മന്തി പാനിപ്പൂരി ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആകാശം വന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാം. നമുക്കേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കാം. കാരണം പുള്ളി എത്തിയിട്ടില്ലെങ്കിൽ ഇത് പണി സൈറ്റിൽ വല്ലതും ആയിരിക്കും. ഇപ്പോഴും മറ്റേ ജോലിയുണ്ട്, ഇതുമുണ്ട്, എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറാണ് കേട്ടോ ആള്. സോ ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഗൈസ്, ആകാശ് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ രാം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചു. രാം എവിടുന്നാ? ഒറീസ. എത്ര വർഷം ഇവിടെ? അവിടെ കേരളത്തിൽ 10 വർഷമായ. 10 വർഷത്തിൽ ഇത്രയും നന്നായി മലയാളം മനസ്സിലാവും? പിന്നെ ഫുൾ ഫാമിലി ഇവിടെയാ? ഇല്ല എനിക്ക് ഫാമിലി ഇല്ല, എല്ലാം മൊളാളിക ഫാമിലി ആയിരുന്നു മാത്രം. അപ്പൊ ഐഫും മോളും ഇവിടെ? അങ്ങനെ മൊളാളിക ഫാമിലി. ഇനി പണിക്കാരെ ആളെ മാത്രം. ആരാ? ഇനി പണിക്കാരെ ആളെ. പണിക്കെടുത്ത ആളാ. ഓക്കെ. അപ്പൊ കുക്കിംഗ് ഒക്കെ ആരാ ചെയ്യുന്നത്? കുക്കിംഗ് മൊളാളിക്ക എന്റെ ബ്രദർക്ക് വൈഫ്. ബ്രദറിന്റെ വൈഫാ? ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ സ്പെഷ്യൽ? അങ്ങോട്ടെ പൂരി മസാല ഉണ്ട്, എഗ് റോൾ ഉണ്ട്, പിന്നെ പാനിപൂരി, സമൂസ ചാട്ട് എല്ലാം ഉണ്ട് സ്പെഷ്യൽ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നമുക്ക് ഉണ്ണിയപ്പം, പഫ്സ്, ഉണ്ണിയപ്പം അപ്പം പഫ്സും മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. കിച്ചൺ ഉണ്ട്, ബാക്കിലുണ്ട്. 10 മിനിറ്റ് ഫ്രഷ് വേണത്, 10 മിനിറ്റിൽ ലേറ്റ് വേണം. പിന്നെ എല്ലാം ഫ്രഷ് ഉണ്ട് കടി. അപ്പൊ ഇതെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് ബാക്കി കിട്ടും. എന്തൊക്കെയുള്ള? പഴംപൊരി ഉണ്ട്, പഴംപൊരി, പിന്നെ മുട്ട ബജി. എന്ത് കട്ട്ലറ്റ്? ഇത് ചിക്കൻ കട്ട്ലറ്റ്, എഗ് റോൾ, സമൂസ, മറ്റേ നോർത്ത് ഇന്ത്യൻ സമൂസ, കൽക്കട്ട സമൂസ, പിന്നെ ഉള്ളിവട, മുട്ട, പിന്നെ ഇത് ബ്രെഡ് പോക്കറ്റ്സ്. അത് മാത്രം ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിന്റെ അകത്ത് ചിക്കൻ വല്ലതും ഉണ്ട്? അത് ചിക്കനാ. ഓ, അത് കൊള്ളാലോ. കൊള്ളുണ്ട്, കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഏതാ? ബ്രെഡ് പോക്കറ്റ്സ്. കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണോ? ഓക്കെ. അപ്പൊ എനിക്കൊരു ബ്രെഡ് പോക്കറ്റ് എടുത്തോ, എന്നിട്ട് ഒരു കാട്ടി എഗ് റോള്, പിന്നെ ലസ്സി ഇല്ലേ? ലസ്സി ഒരെണ്ണം എടുത്തോ. പിന്നെ എന്താ നല്ലത്? പിന്നെ ലസ്സി ഉണ്ട്, ജ്യൂസ് ഐറ്റം ഉണ്ട്. പിന്നെ കേരളത്തിലെ
ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അത് വേണ്ട. കഴിക്കാനാ പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടോ, മാഗി ഉണ്ടോ? അതൊക്കെ ഉണ്ടോ? അതേ ഉണ്ടോ. മാഗി സാധാരണ അതിൽ എഗ് ഒക്കെ ഇടുവോ? ഇല്ല സാധാ സിമ്പിൾ എഗ് വേണം. പിന്നെ ചൗമിൻ പോലെയൊക്കെ അതൊക്കെ ഇവിടെ ചെയ്യും. അവിടെ കിച്ചണുണ്ട്, അതിന്റെ ടെൻഷൻ ഇല്ല. അപ്പൊ എനിക്ക് എഗ് റോൾ ഫ്രഷ് ആക്കി എടുത്തോ. ബ്രെഡ് പോക്കറ്റ് ഇത് തന്നോ. പിന്നെ നമുക്ക് ഒരു ലസ്സി എടുക്കാം. പിന്നെ ഒരു സമൂസ എടുക്കാം. ഗൈസ്, ഇതാണ് കിച്ചൺ. ഇവിടെയാണ് അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. സോ സാധാരണ കടകൾ പോലെയല്ല, ചെറിയ കടയാണെങ്കിൽ ഒരു കിച്ചണോട് അറിഞ്ഞുകൊണ്ട് എടുത്ത് എന്തിനാണെന്നറിയോ, ഇവിടെ തന്നെ പഴംപൂരി തൊട്ട് എല്ലാം കുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഒരു 2 പഴംപൂരിയും തരണം. അത് ഫ്രഷ് ആയിട്ട് ചെയ്യില്ലേ? ഫ്രഷ് ആയി തന്നോ, ഞാൻ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, നോ പ്രോബ്ലം. 10 മിനിറ്റ് ആയിട്ട് ഫ്രഷ് പഴംപൂരിയും തരും കേട്ടോ. ഇവിടുത്തെ വേറെ എന്താ പറയുക, ചെറിയ കോസി സെറ്റപ്പാണ്. നമുക്ക് ഇവിടുത്തെ ഇരിക്കാനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത്യാവശ്യം ക്ലീനൊക്കെയാണ്. ഫാനൊക്കെ ഇട്ട് ഒരു ഈവനിങ്ങിൽ കോഫിയൊക്കെ കുടിക്കാൻ, കാറൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. അതല്ലാതെ കുറേ യുണീക്ക് ഡ്രിങ്ക്സ് ഉണ്ട്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇതെന്താ, ബ്ലിസ് പൈനാപ്പിള്, ലിച്ചിയുടെ എന്തോ ഡ്രിങ്ക്. എന്താ ഡ്രിങ്ക് ഇത്? ബ്ലൂ ഫിസ്സി പൈനാപ്പിൾ. ഇതെന്താ, ബ്ലാക്ക് സിംബ. ഓ, എൻ്റെ ഡോഗിന് പേര് സിംബ എന്നാണ്. സോ അങ്ങനത്തെയൊക്കെ കുറച്ച് യുണീക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് ഇതൊന്നുമല്ല, ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ ട്രൈ ചെയ്യാം. ചായ കാപ്പിയൊക്കെ ഉണ്ട്. ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം ഉണ്ടല്ലേ. ഓക്കെ. ലസ്സിയും ഉണ്ടാക്കി വെക്കത്തില്ല, ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. മിക്കടുത്തും ഉണ്ടാക്കി വെക്കുവേ. ഇവിടെ ഉണ്ടോ? ഓ, ഫ്രഷ് ഉണ്ടെങ്കിൽ. ഇപ്പൊ സാധാരണ ലസ്സി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ മാംഗോ ലസ്സിയോ? സ്ട്രോബെറി ലസ്സി, മാംഗോ ലസ്സി ഒക്കെ ഉണ്ട്. സീസൺ അനുസരിച്ച് തരും. ഓക്കെ. പിന്നെ അവിടെ ഷേക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ട്. മിൽക്ക് ഷേക്കിനൊക്കെ എത്രയാ ഇപ്പൊ? മുന്തിരി ഷേക്ക് 60 രൂപ. ഓക്കെ. ഷാർജ ഷേക്ക് 50 രൂപ. ഓക്കെ. ആക്ച്വലി ഷേക്സിൻ്റെ 10 വെറൈറ്റീസോളം ഉണ്ട്. ലസ്സിയുടെ 3 ഉണ്ട്. പക്ഷേ എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വന്ന് കഴിക്കുന്നത്. വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിൽ, അത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ അതല്ലാതെ ഇവരുടെ കോസ്റ്റും, ഷാർജ ഷേക്ക് 50 രൂപ, ഷേക്സ് ഒക്കെ 60 റുപ്പീസ്. ഐ തിങ്ക് സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ. ഇത് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ചിലപ്പം അധികം ആൾക്കാർ വരില്ല. എന്നാലും ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അടുത്ത്. ചിലപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ വന്ന് കഴിക്കുമായിരിക്കും. അതിൽ ലസ്സി റെഡി ആയിട്ടുണ്ട്. സോ ലസ്സി തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ എന്തായാലും കോഫി ചായ ഒന്നും കുടിക്കില്ലല്ലോ. സോ ലസ്സി. മറ്റേ ഭയങ്കര ഫാൻസി പഞ്ചാബി ലസ്സിയൊന്നുമല്ല, നോർമൽ ലസ്സി. ഇവർ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന തൈരാ. എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെ ഫാൻസി ആയിട്ടും ഭയങ്കര ഡെലിഷ്യസ് ആയിട്ടൊന്നും അറിയില്ല. ഒരു വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളില്ല, അതാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ ബ്രെഡ് പോക്കറ്റ് ഫുൾ സ്റ്റഫിംഗ് ആണ് കണ്ടോ. ഇതൊരു കോണ്ടിനെന്റൽ ഡിഷ് പോലെ ഉണ്ട്. ചിക്കൻ ഉണ്ടാകത്ത് ഓൾമോസ്റ്റ് ലൈക്ക് കിഡ്സ് പിസ്സ ടോപ്പിംഗ്. CCTV ക്യാമറ വരെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണല്ലോ ആകാശ്. ഇനി ഇവരുടെ റോള്. എനിക്ക് ഇവരുടെ കൊൽക്കട്ട ശരിക്കുള്ള കാട്ടി റോളുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കത് ആർക്കെങ്കിലും എവിടെയാണ് നല്ലത് കിട്ടുന്നത്, നമ്മുടെ കൊച്ചിയിലല്ല കേരളത്തിൽ എവിടെയെങ്കിലും നല്ല കിട്ടുവാണെങ്കിൽ പറഞ്ഞ കേട്ടാ. എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. പണ്ട് ഡാൽ റൂട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, കൂട്ടിപ്പോയി. ഇപ്പോൾ ഉള്ള എല്ലാം ഒരു ഒപ്പിക്കൽ കാട്ടി റോള്. ഈവൻ ബാംഗ്ലൂർ ജ്യൂസി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ, പക്ഷെ എന്നാലും പോരാ. ഓക്കെ, സോ ദിസ് ഓൾസോ ഫുൾ ഓഫ് സ്റ്റഫിങ്. എഗ്ഗ് മാത്രമേ ഉള്ളൂ, മീറ്റ് ഇല്ല. ടൊമാറ്റോ, വെജിറ്റബിൾസ്, എഗ്ഗ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിരിക്കണം. ഒരു നല്ല സ്നാക്കാണ്. കുറേ വെജിറ്റബിൾസും ഉണ്ട്. ഓക്കെ, ഇവരുടെ കുറച്ച് ഫ്രഷ് പഴംപൊരി വന്നിട്ടുണ്ട്. കുറച്ച് ക്രിസ്പിനെസ്സിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷെ എനിക്കൊന്നും അധികം ബാറ്ററൊന്നും അവർ ചേർത്തിട്ടില്ല കേട്ടോ. തിൻ ബാറ്ററാണ്.
ആരും കുറ്റം പറയാത്തൊരു പഴംപൊരിയാണ്. ഞാൻ പറഞ്ഞില്ല ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും അല്ല, പക്ഷേ നല്ല ക്വാളിറ്റി, നല്ല ഡീസൻറ്റ് ഫുഡ്, നല്ല റേറ്റിന് നല്ല ഓണസ്റ്റ് ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുക്കുന്നു. സമൂസയ്ക്കും ചൂടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടല്ല, കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം ആ ദിവസം എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. ഓ ഇത് സംഭവം ഓൾമോസ്റ്റ് ഒരു നോൺ വെജ് സമൂസ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഫുൾ സ്റ്റഫിങ് ഉരുളക്കിഴങ്ങുക. സൂപ്പർ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി സ്നാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട്. ഇങ്ങനെ ആകാശ് ഇപ്പോൾ വരും, എന്നിട്ട് ബാക്കി ഇനി ആകാശമായിട്ട് സംസാരിക്കാം. നിങ്ങൾ പൂരി മസാലയൊക്കെ ട്രൈ ചെയ്യണം ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു, ഗ്ലോ കാർ സ്പാ, കത്രിക്കടവ്, അതിൻ്റെ സൈഡിലാണ് ഗ്ലോ കാർ സ്പാ. ദേ അപ്പോൾ ഇതാണ് ആകാശ്. ആകാശ് ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവമാണ്. വളരെ ഒരു ലേബറായി വന്ന് സ്വന്തമായി ഇപ്പോൾ ഒരു കോൺട്രാക്ടർ പോലെ ഇപ്പൊ സ്വന്തമായിട്ട് ഇത് ഒരു കിഡിലെ റെസ്റ്റോറന്റ് പോലെ തുടങ്ങി. ഇനി ഇത് ചിലപ്പോ പല സ്ഥലത്തേക്കും ബ്രാഞ്ചസും തുടങ്ങുമോ? വലിയ മുതലാളിയാവോ? അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആഗ്രഹം, എല്ലാവർക്കും ഒരു ആഗ്രഹം വേണം. ഞാൻ പറയായിരുന്നു, ഇവിടുന്ന് നമ്മുടെ വെളിയിന്ന് വന്ന് ആകാശം ഒന്നും അറിയാതെ, ഭാഷ പോലും അറിയാതെ വന്ന ആളല്ലേ. ഭാഷ പോലും. എത്ര വർഷം ഇവിടെ വന്നിട്ട്? 17 വർഷമായി. 17 വർഷം 17 വർഷമായി. ഞാൻ 10 പറഞ്ഞില്ല, 17 വർഷം. 17 വർഷമായി. 2007 വന്നാ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. വന്നിട്ട് ആദ്യമേ എന്തായിരുന്നു, ടൈലായിരുന്നു അതോ? അല്ല, ആദ്യം ഞാൻ ഷിപ്പ് യാർഡ് 3 മാസം ജോലി ചെയ്യായിരുന്നു. 3 മാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് ഒരു കോൺട്രാക്ടറുടെ കൂടെ ബിൽഡിങ്ങിന്റെ പരിപാടി. വെൽഡിംഗ് ആയിരുന്നു. വെൽഡിംഗ് ആയിരുന്നു. അതെ അതെ. അത് കഴിഞ്ഞിട്ട് അറിയാത്ത പണി ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം വെൽഡിംഗ് അറിയാം, ഫ്ലോർ വർക്ക് അറിയാം. എന്തെങ്കിലും പറയുമ്പോ അത് ചെയ്ത് എല്ലാം ചെയ്യും അല്ലേ? അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ആകാശ് കോൺട്രാക്ടിങ് പണി തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി. 7 വർഷമായി. പക്ഷെ ഏതാന്നറിയോ, എനിക്കൊന്ന് ഈ ആകാശിന് ഈ പൈസ ഇവിടെ ഈ കട തുടങ്ങാൻ കൊടുത്ത ആളാരായിരിക്കും? അത്രയും പണി കൊടുത്ത ആളാരാ? ഇത് പണി കൊടുത്ത് ആരെ പറയുമ്പോ നമ്മൾ എവിടത്തെ ഞാൻ റെന്റ് അടിക്കുമ്പോ ഞാൻ പറയാനുണ്ട് എന്താ ഇഷ്ടത്തിന് ഞാനത് റെഡിയായി അടിക്കാം. ഓക്കെ. അപ്പൊ ആ അനുസരിച്ച് ഞാൻ തന്നെ റെഡിയായി എടുത്തു. എന്ത് ഈ ഷോപ്പ്? അതല്ല, ഏറ്റവും കൂടുതൽ പണി ചെയ്ത് ഏത് വീട്ടിലാ? മമ്മിയുടെ വീട്ടിലായിരിക്കും. വീട്ടിലെ ശരിക്കും കടവന്ത്ര ടീച്ചർ എനിക്ക് ലാക്കി. ആരാ? കടവന്ത്ര ടീച്ചർ. ഓക്കെ. അപ്പൊ എന്താ ലാക്കി അത് ഫാസ്റ്റ് തുടങ്ങി തന്നെ അവിടുത്തെ ടീച്ചർ മമ്മിയുടെ അവിടെ നിന്നാണ് ഫസ്റ്റ് കോൺട്രാക്ട് തുടങ്ങിയത്. അത് ഇനി ഞാൻ പറഞ്ഞില്ലേ, മമ്മിയുടെ വീട്ടിലാണ് എപ്പോഴും പണി. ആകാശിനല്ലാതെ മമ്മി ആരെയും വിളിക്കില്ല. അത് എന്ത് പണിയാണെങ്കിലും അല്ലെ. അവിടുത്തെ ഫ്രണ്ടിലത്തെ ഇന്റർലോക്കിംഗ് ടൈൽസ്, വെൽഡിങ്, പെയിന്റിങ്, ടൈൽ വർക്ക് എല്ലാം. എന്തൊക്കെ മെയിൻ്റെനൻസ് ആക്കുമ്പോ മമ്മിയുടെ വീട്ടില് കംപ്ലീറ്റ് ആക്കാൻ ഞാൻ ചെയ്യാം. മമ്മിയുടെ എല്ലാ വർക്കും ആകാശം ചെയ്തത്. സോ ഈ ഷോപ്പ് ഇനോഗ്രേഷൻ ആരായിരുന്നു? ഇത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടോ, മെമ്മറിക്കകത്ത് കയറാണ്ട് എന്തൊക്കെ ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഡിപ്കാല് എന്തെങ്കിലും മാറി ചെയ്യണം. ഞാൻ ബിൽഡിംഗ് സെക്ഷന് 20 വർഷമായി. 20 വർഷം ബിൽഡിംഗ് സെക്ഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ കുറിച്ച് മാറി നമുക്ക് ചെയ്ത് നോക്കാം. ആ അനുസരിച്ച് ഞാനിപ്പോ ഈ കാപ്പി ഷോപ്പിന്റെ പ്ലാൻ. പക്ഷെ ഭയങ്കര ധൈര്യമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും തുടങ്ങാൻ ധൈര്യം ഇല്ലാത്തപ്പോ അതിന് ഞങ്ങൾ നോക്കുമ്പോ മിക്ക ദിവസം നല്ല തിരക്കുണ്ട്. എനിക്കത് ഇവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നല്ലേ. എല്ലാവർക്കും പരിചയം ഉണ്ടല്ലോ ഈ ഏരിയ മൊത്തത്തില്. അങ്ങനെ ചില ആൾക്കാർ വരും, ചില ആൾക്കാർ സംസാരിക്കും. ഓക്കെ. അപ്പൊ ഇത് തുടങ്ങുമ്പോ പേടി ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പേടിയില്ല. ധൈര്യമായിട്ട് എന്ത് മനസ്സിന്റെ ഉള്ളില് എപ്പോഴല്ലേ ഞാൻ നേരെ നോക്കും ഈ കാര്യം ചെയ്യാം. സക്സസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ചെയ്യണം. ഞാനും ആക്ച്വലി സത്യം പറഞ്ഞാൽ ആകാശിലൊക്കെ കഥ കേൾക്കുമ്പോഴാണ് നമുക്കും കൂടുതൽ ഒരു ഇൻസ്പിറേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചെയ്യുന്ന സക്സസ് ആവോ ഹിറ്റ് ആവോന്നൊന്നും അറിയില്ല, പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ കാട്ടി ബെറ്റർ അല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. അതേ പറഞ്ഞു, ഞാൻ ഒന്നും അറിയാതെ, ഭാഷ അറിയാതെ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഹി മെയ്ഡ് എ ലൈഫ് ഫോർ ഹിംസെൽഫ് ഓവർ ഹിയർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇൻസ്പിറേഷണൽ ഫിഗർ ആണ്. അപ്പൊ ഇത് അടിപൊളി. ഞാൻ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയാണ്. ഫ്രഷ് ആയിട്ട് ഗുലാബ് ജാമുനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും ഇപ്പോൾ തരും. പിന്നെ മമ്മി ഇനോഗ്രേഷൻ വന്ന മമ്മിയാണ്. മമ്മി തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, സർപ്രൈസ് ഉണ്ട്. മമ്മിയാണ് ഇവിടുത്തെ ഇനോഗ്രേഷൻ ചെയ്തത്. എവിടുത്തെ എല്ലാ കാര്യങ്ങളിലാക്കിയ മമ്മി തന്നെ. ഓ, എപ്പോഴാണ് ഗോഡ് പറയും മമ്മിയുടെ. കാരണം മമ്മിയുടെ കായ് വെച്ച ഞാൻ പുറത്തേ ഇറങ്ങി. എന്നുവെച്ചാൽ എന്തെങ്കിലും ഓർക്കെ പറയുമ്പോ അവനെ ധൈര്യം പറയുന്നു, എന്തെങ്കിലും ചെയ്തു ആകാശം. ഒരു ധൈര്യം മമ്മി എപ്പോഴാണ് പറയുന്നു ആകാശ് എന്തെങ്കിലും ചെയ്യുമ്പോ സക്സസ് ആവാം.
ആകാശ് പേടിക്കണ്ട. അത് ചിലപ്പോ സത്യമായിരിക്കും. കാരണം നമ്മുടെ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് വളരെ ചെറുതായിട്ട് ആകാശ ഓർമ്മയുണ്ട്, നമ്മുടെ വീടിന്റെ മുകളിലാണ് സ്റ്റാൻഡ് ഒക്കെ പണിതത്. ഒന്നും ഇല്ലാത്തപ്പോ ആ ഐഡിയയും പ്രിയയ്ക്ക് അന്ന് സീരിയലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നപ്പോഴാണ് മമ്മിയാണ് ആ ഐഡിയ കൊടുത്തത് ഇങ്ങനെ ബാങ്കോക്കിൽ നിന്ന് തുടങ്ങാൻ. സോ എനിക്കൊന്നു മമ്മി പറഞ്ഞ ആ കാര്യവും അതുപോലെ നല്ല സക്സസ്ഫുൾ ആയി. ഇതുപോലെ ആകാശിന്റെ കാര്യവും ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം ഇറ്റ് ഇസ് സക്സസ്ഫുൾ. ആൻഡ് ഫുഡ് ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ലൊരു ഹോം മെയ്ഡ് ഫുഡാണ്. ഈ ധൈര്യം എനിക്കൊന്നും എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു 100 പേരായിട്ട് നമുക്ക് 100 കാര്യങ്ങൾ സക്സസ് ആവില്ല, മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം, സക്സസ് ആവാന്ന്. നമുക്ക് സക്സസ് ആവാനാവും അല്ലെങ്കിൽ ആവില്ല, അത്രയ്ക്ക്. ഇപ്പൊ ഇത് ഞാൻ ചെയ്ത് എന്താ ഒരു വിശ്വാസം ഉണ്ടോ ഞാൻ സക്സസ് ആവും. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, ആകാശിന് സക്സസ് ആവുമ്പോഴുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരുവിധം മിക്ക ബേക്കറിയിലും വേറെ എവിടെന്നെങ്കിലും ആണ് ഈ കടികളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. എല്ലാരും വേറെ എവിടെന്നെങ്കിലും ആണ് സപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? പിന്നെ ഞാൻ വിചാരിച്ച് എവിടത്തെ ഞാൻ 17 കൊല്ലം എവിടത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. എവിടത്തെ ടേസ്റ്റ് പറ്റത് ഞാൻ ഈ ടേസ്റ്റ് മാറ്റിട്ട് ഡിപ്പിക്കലായിട്ട് ഞാൻ കൽക്കത്ത ടേസ്റ്റ് എങ്ങനെ അത് ഫുഡ് കമ്പനി ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് എങ്ങനെ ടേസ്റ്റ്. സമോസയൊക്കെ ശരിക്കും കൽക്കട്ട ടേസ്റ്റ്, ശരിക്കും മറ്റേ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നുണ്ട്. ഈവൻ കാട്ടി റോളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പയ്യെ ചിക്കൻ കാട്ടി റോളൊക്കെ തുടങ്ങണം. പയ്യെ തുടങ്ങിയല്ലേ ഉള്ളൂ. സോ ഇതായിരുന്നു നമ്മുടെ ആകാശ്. ഞാൻ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. സോ ഐ എം ഷുവർ യു ക്യാൻ ടേക്ക് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ എടുക്കാൻ പോയി. ഒരു ഇൻസ്പിറേഷൻ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. ഇവിടുന്ന് ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ ഇത് ഒരെണ്ണം കഴിക്കുള്ളൂ, ഒരെണ്ണം ബ്രേക്ക് ഉണ്ടാക്കി കൊടുക്കും ഞാൻ. ഗുലാബ് ജാമുൻ ആളാ. സോ എവരി വൺ ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ഹിം. ഡു സംതിങ്. ഞാൻ എത്ര കാലമായി പറയുന്ന എല്ലാവരോടും ഡു സംതിങ്. അപ്പോൾ ഇതൊരു ലൈവ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ മുഖത്ത് നിൽക്കുന്നത്. ഇതേ മുമ്പിൽ നിൽക്കുന്നത് നല്ല ഫ്രഷ് ഗുലാബ് ജാമുൻ. ആ ചൂട് ഇപ്പം ഉണ്ടാക്കുള്ളൂ. സൂപ്പർ. സോ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറി സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഗ്ലോ കാർ സ്പാൻ്റെ അടുത്താണ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. സോ ആകാശ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി കുറെ ബ്രാഞ്ചസ് തുടങ്ങണം, ഇവിടെ കുറെ ഐറ്റംസും വരണം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. നല്ല ഫുഡായിരുന്നു കേട്ടാ. ഞാൻ വന്ന് കുറെ എല്ലാം കഴിച്ചു. ഫുൾ ഡിസ്ക്ലോഷർ, പെയ്ഡ് പ്രൊമോഷൻ ആണ്. എനിക്ക് 4 ഗുലാബ് ജാമുൻ ആകാശ് തന്നിട്ടുണ്ട്. ഒരു ഗുലാബ് ജാമുൻ 2 ഗുലാബ് ജാമുന് 20 രൂപയാണ്. സോ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്ന ഒരു മനുഷ്യനാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം സഹായം ആരെയും പറ്റിക്കാതെ, സഹായമല്ല, എല്ലാവരുടെ സഹായം കാണും, പക്ഷെ ആരെയും പറ്റിക്കാതെ വളർന്നു വരുന്ന ഒരു പയ്യനാണ്. സോ ടു കമന്റ് പക്ഷെ ഫുൾ ഹോംലി ഫുഡാണ്.